നമ്മുടെ ഈ ചർച്ചയിലുള്ള SDP സുഹൃത്ത് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് സ്കൂളിൽ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ മതം പ്രദർശിപ്പിക്കാനാണ് എന്നാണ്. അല്ല, വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. എന്റെ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ടി അങ്ങനെ പറഞ്ഞോ നല്ലല്ലോ ഞാൻ പറഞ്ഞു. നിങ്ങളെയാ പറഞ്ഞ, നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ഇല്ല, നിങ്ങളുടെ പേര് SDP-ക്കാരെന്നല്ല പറഞ്ഞേ. ഈ ചർച്ചയിലുള്ള SDP സുഹൃത്തെന്നാണ് അങ്ങയുടെ അവസരത്തിൽ പറഞ്ഞു. അങ്ങയുടെ അവസരത്തിൽ മറുപടി പറയാമല്ലോ. ഇപ്പൊ പറയുന്നത് എന്താ? ആ കുട്ടി പുറത്ത് നിന്ന് വെയിലത്ത് നിൽക്കേണ്ടി വന്നു. എന്തിനാ കുട്ടി സ്കൂളിൽ പോയെ? ആ കുട്ടി സ്കൂളിൽ പോയത് വിദ്യാഭ്യാസം നേടാനാണെങ്കിൽ അവിടുത്തെ ഡ്രസ് കോഡ് കംപ്ലൈ ചെയ്യണം. എങ്കിൽ ആ ഹിജാബ് മാറ്റി വെച്ചിട്ട് ആ കുട്ടി മുമ്പ് എങ്ങനെയായിരുന്നോ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നത് അതേപോലെ ഇരിക്കണം. സ്റ്റുഡൻസ് നോട്ട് വെയറിംഗ് ദ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ആർ നോട്ട് അലൗഡ് ഇൻ ദ ക്ലാസ് റൂംസ് ഓർ ഇൻ ദ സ്കൂൾ പ്രിമിസസ് ഓൺ റെഗുലർ വർക്കിംഗ് ഡേയ്സ് എക്സെപ്റ്റ് ഓൺ ദെയർ ബർത്ത്ഡേസ്. ഈ ബർത്ത്ഡേക്ക് മാത്രമേ ഉള്ളൂ ഇവർക്ക് എക്സംഷൻ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവർ യൂണിഫോം ധരിച്ചിട്ടില്ല എങ്കിൽ സ്കൂൾ പ്രിമൈസസിൽ അതിന്റെ കോമ്പൗണ്ടിലോ ക്ലാസ് മുറികളിലോ ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുക. നിങ്ങൾ മതം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ മതവസ്ത്രം ധരിച്ചുകൊണ്ട് പോയി ക്ലാസ്സിന് വെളിയിൽ നിൽക്കുക. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ. അങ്ങനെ ഹെക്കിൾ ചെയ്യാൻ കഴിയില്ല. ഒരു മാനേജ്മെന്റിനുമുള്ള റൈറ്റിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഷൗട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാധനവും നേടാനായിട്ട് കഴിയില്ല. അത് ഈ നാട്ടിലെ ലോ ഓഫ് ദ ലാൻഡ് ആണ്. SDP-ക്ക് അറിയാമല്ലോ ഈ നാട്ടിൽ ഹൈക്കോടതി വിധിയുണ്ടെന്ന്. ഭരണഘടനയുടെ പേജ് 26-ാമത്തെ ആർട്ടിക്കിൾ കഴിഞ്ഞപ്പോൾ തീർന്നു പോയോ? അത് കഴിഞ്ഞിട്ട് 30-ാമത്തെ ആർട്ടിക്കിൾ ഉണ്ട്. ആ 30-ാമത്തെ ആർട്ടിക്കിളിലാണ് ഈ കാര്യം തീരുമാനിക്കാനായിട്ട് ഒരു മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ എംപവർ ചെയ്തിരിക്കുന്നത്. എത്രയോ വിധികൾ. യൂണിഫോം ഇടാനായിട്ട് നിർബന്ധിക്കുന്നതുകൊണ്ട് അത് വയലേറ്റ് ചെയ്തിട്ടാണല്ലോ അവിടെ പോയി നിൽക്കേണ്ടി വരുന്നത്. യൂണിഫോം ഇടുക എന്ന് പറയുന്നത് ഹറാസ്മെന്റ് അല്ല, കോടതിയുടെ വിധിയാണ്. 2022 കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. യൂണിഫോം ധരിക്കണമെന്ന് പറഞ്ഞിട്ട് അത് പറ്റില്ല, അത് എനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്ന് 2022 സിന്ധു ശിവദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ പറയുന്നതാണ് കോടതിയുടെ വിധി. SDP-ക്ക് കോടതിയെ ബഹുമാനമുണ്ടോ? ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും യൂണിഫോം നിർബന്ധമാക്കുന്നത് ക്രൂരകൃത്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്താ നിങ്ങൾ പറയുന്നത്? ആശാ രഞ്ജൻ വേഴ്സസ് ബീഹാർ കേസ് ഇവിടെയല്ല, ബീഹാറിലെ ഹൈക്കോടതിയാണ്. കുട്ടിയുടെ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സബ്സർവിയന്റ് ആണ്, താഴെയേ വരൂ. ഹൈക്കോടതി വിധിയെ നിങ്ങൾക്ക് ബഹുമാനമുണ്ടോ? SDP-ക്ക് ബഹുമാനമുണ്ടോ എന്ന് ഇപ്പൊ ചോദിക്കുന്നത് ജനറക്കായിട്ട് SDP-യോടാണ്. എല്ലാരും വിളിച്ചു.